ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ആർഡിനോ IDE സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോ കോസ്റ്റ് മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ST എന്ന കമ്പനിയുടെയാണ്. ST എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ആ ഫ്രഞ്ച് കമ്പനിയുടെ ഒരു SMD IC ആണ് STM8S003. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റാണ്. ഇതിന് നമ്മളിപ്പോൾ 8 മെഗാ 8 ഒക്കെ അറിയുണ്ടാവും, അതിൻ്റെ ഏകദേശം ഫീച്ചറും ഉണ്ട്. പിന്നെ ആർഡിനോ IDEയിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമർ വളരെ വില കുറഞ്ഞ ഒന്നാണ് ST-Link. അതിന് ഏകദേശം അതിൻ്റെ ക്ലോൺ കിട്ടും. ഒറിജിനലിന് നല്ല പൈസയാണ്. ക്ലോണിന് ഏകദേശം ഒരു 200 രൂപ വരെ താഴെ വരുള്ളൂ. ഇനി ഇതിൻ്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ഞാനത് പറഞ്ഞുതരാം. ഇതിന് നമ്മൾ ഈ Arduino എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈബ്രറി കിട്ടും. ആർഡിനോയിൽ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഇതിൽ നമ്മൾ STയുടെ കുറച്ച് ICകൾ ഇത് സപ്പോർട്ട് ചെയ്യും. STM003F 3P6 103, പിന്നെ STM, ഈ ലിസ്റ്റിലുള്ളതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സാധാരണ ആർഡിനോ IDEയിൽ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണ പോലെ തന്നെ ഇത് കോപ്പി ചെയ്ത് ഫയൽ ബോർഡ് മാനേജറിൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർഡിനോ IDE തുറക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. അപ്പോൾ അതിന് നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യുക. STMൻ്റെ ബോർഡ് 003ക്ക് വരാം. 103 മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ EPROM, അതായത് ഇതിലുള്ള ICക്ക് EPROM കൂടുതലാണ്. നമ്മുടെ ICക്ക് EPROM 128 ബൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ EPROM വെച്ചുള്ള പ്രോഗ്രാം എഴുതുമ്പോൾ അത് അത്ര ബൈറ്റ് ഉള്ളത് നമ്മുടെ ശ്രദ്ധയിലുണ്ടായാൽ മതി. അതിനും കൂടുതൽ ബൈറ്റ് എഴുതി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഇറഗുലർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ST-Link സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ST-Link ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം സാധാരണ പോലെ അപ്ലോഡ് ചെയ്യണ പോലെ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് മോഡ് ഞങ്ങളുടെ സൈറ്റിലുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ഏകദേശം 50 രൂപ ആ റേഞ്ച് വിലയുള്ളൂ. ഇത് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് STയുടെ ബേസിക് സർക്യൂട്ട് ഈ ICയിൽ നോക്കാം. ഇതിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ SIM എന്ന് പറഞ്ഞ പിൻ, അതായത് PD1 എന്ന പിന്നിലത്തെ പിന്നും, പിന്നെ ഇവിടുത്തെ റീസെറ്റ് എന്ന പിന്നും, പിന്നെ 5 വോൾട്ടും ഗ്രൗണ്ടും. ഇത് 3.3 ആയാലും 5 വോൾട്ടിലായാലും വർക്ക് ചെയ്യും. ഇങ്ങനെ 4 പിന്നുകളാണ് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത്. ഈ ബേസിക് ബോർഡിൻ്റെ സർക്യൂട്ടാണ്. പിന്നെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു VCAP എന്ന് പറഞ്ഞ കപ്പാസിറ്ററിൻ്റെ എന്തായാലും നിർബന്ധമായിട്ടും ഇതിൽ വേണം. അതിൻ്റെ വാല്യൂ പറയുന്നത് 470 NF തൊട്ട് 2200 NF വരെയാണ്. അത് ഇതിൻ്റെ ഡാറ്റ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അത് നിങ്ങൾ സാധാരണ 1 MUF ആണ് വെക്കാറ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് താഴെ, അല്ലെങ്കിൽ 470 NFന് താഴെ പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ അതേമാതിരി ഇത് സപ്ലൈക്ക് അക്രോസുള്ള കപ്പാസിറ്റർ. പിന്നെ ഈ ബോർഡിൽ 2 LED വെച്ചിട്ടുണ്ട്. ഒന്ന് PB5 എന്ന് പറഞ്ഞ പിന്നിലും, പിന്നെ ഒരു പവർ LED. പിന്നെ റീസെറ്റ് സ്വിച്ച് ഇതിൽ വെച്ചിട്ടില്ല, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിൽ നമ്മൾ ST-Link വെച്ചിട്ടാണ് ഇതിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ റീസെറ്റ്, ഗ്രൗണ്ട്, SIM 3.3 അല്ലെങ്കിൽ 5 വോൾട്ട്. ഇതിൽ ഈ 4 പിന്നുകളാണ് ഉപയോഗിക്കുക. അതായത് ഈ ST-Linkൻ്റെ മുകളിലുള്ള 5 എണ്ണത്തിൽ സപ്ലൈയിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 3.3 വോൾട്ട് ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ SIM, ഗ്രൗണ്ട്, റീസെറ്റ്. ഇത് ചില ST-Link വരുമ്പോൾ പിന്നൗട്ടുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ബോർഡാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിവിടെ 4 എണ്ണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. റീസെറ്റ്, ഗ്രൗണ്ട്, SIM, 5 വോൾട്ട്. 5 വോൾട്ടിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 3.3 5 വോൾട്ട് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബേസിക് ഫീച്ചറുകൾ നോക്കാം. ഇതിൻ്റെ പിൻ കൗണ്ട് നമുക്കറിയാം. STM ഇതാണ് നമ്മുടെ IC.
ഇതിൽ 20 പിന്നുള്ള SMD IC ആണ്. മാക്സിമം 16 പിന്ന് വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൽ ഇപ്പോൾ മെമ്മറി 8 KB ഉണ്ട്. ഇതിൽ പ്രോഗ്രാം മെമ്മറി നമുക്ക് 8 KB വരെ കയറ്റാം. പിന്നെ റാം 1 KB. ഇവിടെയാണ് EPROM, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 128 ബൈറ്റ് ഉള്ളൂ. പിന്നെ ADC ഉണ്ട്, PWM ഉണ്ട്, അങ്ങനെ SPI, I2C, UART അങ്ങനത്തെ ഫീച്ചറുകൾ എല്ലാതും ഉണ്ട്. ഇതിലേക്ക് മാറി കഴിഞ്ഞാൽ ഞങ്ങൾ